ഹലോ ഗൈസ്, നമുക്ക് അടിപൊളി പക്കോട ഉണ്ടാക്കിയാലോ? അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടുന്നത്? 2 ചെറിയ സവാള എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് എടുക്കുക. കുറച്ച് കരിവേപ്പില, ഇതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ നല്ല കുനുകുനുകുനാ അരിഞ്ഞതെടുക്കുക. അതിനുശേഷം കോളിഫ്ലവറും നമ്മുടെ ഈ സവാളയും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുറച്ച് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുന്നതാണ്, പക്ഷേ സംഭവം അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചെയ്തവരാണെങ്കിൽ അവരുടെ കമൻറ്റ് ചെയ്ത് കേട്ടോ റിവ്യൂ കൂടെ. അതിനുശേഷം ഇതിനകത്തേക്ക് നമുക്ക് 2 സ്പൂൺ മൈദ ചേർത്തിട്ടുണ്ട്, 1 സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് കൈവച്ച് നന്നായിട്ട് തിരുമ്മി ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല കട്ടിയുള്ളൊരു പരുവത്തിനാക്കി തിരുമ്മി എടുത്ത് വയ്ക്കുക. അതിനുശേഷം എണ്ണ ചൂടാവുക. ഇതിൽ നിന്ന് കുറച്ച് പിച്ചിയായിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട വലുപ്പത്തിലോ ഷേപ്പിലോ അളവിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് മൂത്തതിന് ശേഷം മറ്റൊരു സൈഡ് മറിച്ചിട്ട് കോരിയെടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കൊച്ചു ഉണ്ടകളാക്കി ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് മൊരിഞ്ഞ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. അടിപൊളിയായിട്ടുള്ള പക്കോട റെഡിയാണ്. ഇത് ഉള്ളിപ്പക്കോടയോ കോളിഫ്ലവർ പക്കോടയോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. എന്താണെങ്കിലും ചായയുടെ ഒപ്പോ കട്ടൻ ചായയുടെ ഒപ്പോ അടിപൊളി സംഭവമാണ്. നിങ്ങളെല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റം.